ഹലോ ഫ്രണ്ട്സ്, കരുതുകൾക്കുള്ള ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എവരും സാധനം ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണാനായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർപ്പിച്ചുകൊണ്ട് വീട്ടിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ സുധീഷിനെ കടത്തിക്കൊണ്ട് പോകണം അവർ. അപ്പം ഓപ്പോസിറ്റായിട്ട് നമ്മുടെ സുഭാഷും ഹരീഷും എല്ലാം വണ്ടി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു വണ്ടി വന്ന്, ഇവരുടെ വണ്ടി തന്നെയാണ് അത് കടത്തിക്കൊണ്ട് പോകുന്ന അവരുടെ വണ്ടി വന്ന് സുധീഷിനെ ഹരീഷിനെ ഇടിച്ചിടുവാണ്. ഇടിച്ചിട്ടപ്പോഴത്തേക്ക് സുഭാഷ് ഹരീഷേ എന്നെ പറ്റിയാണെന്നുള്ള രീതി ചെല്ലുന്നുണ്ട്. ചെന്ന് വീഴാൻ അത് എടുക്കാനടുത്ത് അപ്പോഴത്തേക്കും മറ്റോ വിളിച്ചു നീ എന്തിനാ കാണിച്ചെന്നുള്ള രീതി ചോദിക്കുന്നുണ്ട് മറ്റേ വണ്ടിക്കാരോട്. അമ്മാർ വണ്ടി ഒതുക്കിയിട്ട് ഇങ്ങനെ തിരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇമാർ നിൽക്കുന്ന പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും ഡോറ് തുറന്നിട്ട് എന്നാടാ നിനക്ക് എന്നാണ് വിഷയം എന്നുള്ള രീതി ചോദിച്ചാൽ അവൻ എടുക്കും. ഉടനെ അതിൻ്റെ അകത്ത് സുധീഷിനെയൊക്കെ പിടിച്ചോണ്ടെങ്കിൽ നിർത്തും പറഞ്ഞു, എടാ വേണ്ട, നമ്മൾ ഒന്നാമത് ഏറ്റെടുത്തിട്ട് വർക്ക് തീർന്നിട്ടില്ല, ഇനി ഇതും കൂടെ വേണ്ട, നമുക്ക് അങ്ങോട്ട് പോകാം, നമുക്ക് മാറിപ്പോവാം, തീർത്തണം. ഇല്ല ഇപ്പം അമരേണ്ട പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞ് ഇവനങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും സുഭാഷ് ചോദിക്കും, എന്തിനാ നിനക്ക് വണ്ടി നോക്കി അടിക്കാൻ അറിയത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, എനിക്ക് വണ്ടി ഓടിക്കാൻ ഞാൻ ഇങ്ങനെ ഓടിക്കത്തുള്ളൂ, നിനക്കെന്നാ കുഴപ്പമെന്ന് ചോദിച്ചാൽ വണ്ടി ഇപ്പോൾ ഇടിച്ചിട്ടില്ല കാണുന്നില്ല, അത് നിനക്കൊക്കെ നോക്കി വരണം എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തർക്കം നടക്കുമ്പോഴത്തേക്ക് ആ വണ്ടിക്കകത്തിരിക്കുന്ന ഒരുത്തിനെ സുധീഷിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തിനും കൂടെ ഇറങ്ങി വരും. അപ്പോൾ അങ്ങനെ ഇതെന്താ വിഷയം സുധീഷിനെ തിരിഞ്ഞു നോക്കുമ്പോൾ സുഭാഷും ഹരീഷൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അവരോട് മറ്റവൻ വന്നിട്ട് ഈ ആദ്യത്തെ ഉടക്കെ ഉണ്ടാക്കി അവനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ആ സമയത്ത് പോയി വണ്ടി കയറാൻ നിൽക്കുമ്പോഴത്തേക്ക് സുധീഷ് കാലിന് ഒറ്റ ചവിട്ടിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ആഞ്ഞു വരുമ്പോഴത്തേക്ക് ഡോറിൻ്റെ വെളിയിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് സുധീഷിൻ്റെ മുഖം ഹരീഷും സുഭാഷെല്ലാം കാണും. അങ്ങനെ കണ്ടു. അപ്പം വണ്ടി വിടറാന്ന് പറഞ്ഞ് മറ്റവൻ വിളിച്ച് പറഞ്ഞ് വണ്ടി വിട്ടുണ്ട്. ആ ഒരു രസമയം തന്നു വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് മറ്റവന്മാർ, അതായത് സുഭാഷും ഹരീഷും നികേഷെല്ലാം വണ്ടിയെടുത്ത് പുറകെ പോയി ചേസ് ചെയ്ത് ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഒരു ഉഗ്രൻ ഫൈറ്റാണ്. അടിച്ച് എല്ലാവരും നിരത്തോളം. പകുതി ആയപ്പോഴത്തേക്ക് സുധീഷിനെ കെട്ടടിച്ചിട്ട് പുറത്തിറക്കുന്നുണ്ട്. പിന്നെ സുധീഷ് വന്നിട്ട് ഒരുത്തിനെ പൊക്കി എടുത്തിട്ട് ഒറ്റ അലക്കുന്നത് അങ്ങനെ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പുറത്തോട്ട് വരിക നമ്മുടെ സുധീഷ്, എല്ലാവരും വരിക. സുധീഷൊക്കെ പുറത്തോട്ട് വന്നിട്ട് ശരിക്കും അടിക്കും. പുറത്തോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ ഓടിച്ചിട്ടടിക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് ഇവനോട് സുഭാഷ് ചോദിക്കുന്നു, ആരാണ് നിന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത്? അത് വേറൊന്നുമല്ല, എനിക്കൊരു ഫോൺ കോൾ മുഖേനയാണ് വന്നേക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ അകത്ത് വേറൊരു സീനുണ്ട്. ആദ്യം നീതു വിളിക്കുന്നുണ്ട്, നീതു ഹരീഷിനെ വിളിക്കുന്നത്. ഹരീഷ് ഇന്ന സിറ്റുവേഷൻ ഒന്നും പറയുന്നില്ല, പക്ഷെ നീതു വിളിച്ചോട്ടി, ഹരീഷ് നീ എവിടെയാ, എന്താ എടുക്കുന്നത്, നീ എന്നെ ഫോൺ എടുക്കാത്ത, നീ വേറെ ആരുടെ കൂടെ അങ്ങോട്ട് കറങ്ങുക, നീ എന്നെ ഇപ്പോൾ ഉപേക്ഷിച്ചല്ലേ, ഒരാഴ്ച കൊണ്ട് നീ നിന്റെ സ്വഭാവം കാണിച്ചല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടൊരു ഹരീഷുമായിട്ടൊരു സംഭാഷണം അങ്ങനെ പോകുന്നുണ്ട്. ആ സംഭാഷണം എന്ന് പറഞ്ഞാൽ ഇവൻ ഫോൺ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ വോയിസ് കോളാണ് ഇപ്പോൾ വിടുന്നത്. അതുപോലെ നിധിയും കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റുന്നുണ്ട്, സുധീഷിനെ കാണാത്തതുകൊണ്ട് ചുറ്റുന്നുണ്ട്. അപ്പോൾ ഈ അടിയെല്ലാം കഴിഞ്ഞിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് ആരാണ് നിന്റെ ബോസ്, ആരാണ് നിന്നെ പറഞ്ഞു വിട്ടെന്ന് ചെയ്യുമ്പോഴത്തേക്കും എന്നെ പോലെ പറയുന്ന സീൻ കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ നിധിയുടെ വീട്ടിൽ ഉമ്മറത്ത് വന്നിരിക്കുക, ഒരു പത്രം വായിച്ചിട്ട് ഒരാളിരിക്കുകയാണ്. പെട്ടെന്ന് പാലെടുക്കാൻ വേണ്ടി അവർ അമ്മ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കാണുന്ന ഒരാളിരിക്കുന്നു. ആരാന്ന് ചോദിച്ചിട്ട് മറുപടി കൊടുക്കുന്നില്ല. പെട്ടെന്ന് കുറേ നേരം ആരാന്നുള്ള എടുത്ത് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സുധീഷ് പേപ്പർ മാറ്റി കഴിയുമ്പോഴത്തേക്ക് പേപ്പറിൻ്റെ ആ ഒരു സുധീഷിനെ കാണുമ്പോഴത്തേക്കും ഞെട്ടിപ്പോകും. കാരണം ഞാൻ ഓൾറെഡി ഇവരെല്ലാം പ്ലാൻ ചെയ്തേക്കല്ലേ, അപ്പോൾ ഇവനെ തീർത്ത് കളഞ്ഞെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ പ്രേതമാണോ അല്ലെന്ന് അറിയത്തുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അകത്തോട്ട് രാജീവേട്ട അരുണേ വന്നേ എന്താണ് കാര്യം വന്നപ്പോഴത്തേക്ക് സാന്ദ്ര, രാജീവ്, അരുണെല്ലാം വരും. അപ്പോഴത്തേക്ക് അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ നിധിയും വരുന്നുണ്ട്. എന്നിട്ട് എന്താ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് സുധീഷ് ഡോറിൻ്റെ അതിലൂടെ വന്നിട്ട് പറയാം, ഞാൻ പറഞ്ഞ് ശരിയാകുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് വരികയാണ്. സുധീഷ് കയറി വന്നു കഴിയുമ്പോഴത്തേക്ക് എടാ നീ ഞങ്ങളുടെ കാശെടുത്തോണ്ട് വിട്ട് കളഞ്ഞാ, നീ ഇവിടെ എന്തിനാ കയറിയേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അരുണ് കയറി ബഹളം ഉണ്ടാക്കുകയാണ്. ഉടനെ അപ്പം രാജീവിന് മനസ്സിലാകുന്നുണ്ട്, കാരണം ഇവൻ എന്തോ കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് വരുന്നത് മനസ്സിലായി. അപ്പം നീ എന്തേ പറയുന്നത്, അവൻ കാശെടുത്തിട്ടുണ്ട്, അവൻ ഇങ്ങോട്ട് വരുമോ, എന്താ നീ ഇങ്ങനെ പറയുന്നത്, മട്ടത്തരം പറയാന്നുള്ള ഇതിലൊക്കെ പറഞ്ഞ് മാറ്റി തരത്തെ. എന്താ സുധീഷ് നമ്മുടെ നിധി ചോദിക്കണം, എന്താ സുധീഷ പറ്റിയ, നിന്നെ എത്ര നേരം ഇവിടെ വിളിക്കുന്നു, എത്ര നേരം നിന്നെ അന്വേഷിക്കുന്നു, ഇത്ര നേരം നീ എവിടെയായിരുന്നു, നിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിധി കാര്യം പറയാം, ഞാൻ ഈ കാശുമായിട്ട് പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു റോട്ടിലൊരാൾ വീണ്, അത് രക്തം മാറുന്നു വീണ് കിടക്കുമായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഞാൻ പോയി അയാളെ രക്ഷപ്പെടുത്താൻ കയറി പോയതാണ്. ആ സമയത്ത് ഒരാൾ 5-6 പേര് ചേർന്ന് എന്നെ
തലങ്ങും വിലങ്ങെല്ലാം അടിച്ചിട്ട് എന്നെ കാശെടുത്തുകൊണ്ട് ഒരു ഓട്ടോ ഓടി എന്ന് പറയുമ്പോഴത്തേക്ക് ആണോ ഉടനെ രാജ്യം പറഞ്ഞിട്ട് രക്ഷപ്പെട്ടല്ലോ, അതായത് അടവാണ് പറയാം, രക്ഷപ്പെട്ടല്ലോ സാന്ദ്ര ഇത്തിരി വെള്ളം എടുക്കാൻ പറയാം. അപ്പോൾ വെള്ളം എടുക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ രാജീവൻ അല്ലല്ലോ അരുണ് പറയാണ് ഇവൻ ചുമ്മാ പറഞ്ഞു, ഇവൻ എവിടെയെങ്കിലും കാശും സ്വർണ്ണം എല്ലാം മുക്കിയിട്ടുണ്ട്, എന്നിട്ട് ഇവൻ വന്ന് ഇവിടെ വന്ന് നുണ പറയുന്ന, അതുകൊണ്ട് ഇവനെ സമ്മതിച്ചു കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞു. ഉടനെ പറഞ്ഞു അത് അങ്ങനെ സമ്മതിച്ചു കൊടുക്കാതിരിക്കുന്നത്, അതായത് സമ്മതിച്ചു കൊടുക്കുക, അങ്ങനെ സമ്മതിച്ചു കൊടുക്കുക. അതായത് നിധി പറയുന്നുണ്ട്, അത് നിങ്ങളെന്താ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞ കാശെടുത്തിട്ട് പോവുകയാണെങ്കിൽ നാട് വിട്ട് പോകത്തില്ല, അവൻ സുധീഷ് ഇവിടെ തന്നെ അല്ലേ വന്നേ, പിന്നെന്താ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് രാജീവ് പറയുന്നുണ്ട് മണ്ടത്തരം പറയാതെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ സുധീഷ് പറയുന്നുണ്ട് നിങ്ങൾക്ക് കാശല്ലേ വേണ്ടേ, കാശിൻ്റെ കാര്യത്തിൽ പണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനിക്കാൻ പറഞ്ഞു പുറത്ത് പോകുമ്പോഴത്തേക്കും സുഭാഷും ഹരീഷും ഫ്രണ്ടിൽ വരും, അല്ല ഹരീഷും നികേഷും ഫ്രണ്ടിൽ വരും. എന്നിട്ട് ചോദിക്കാം ഉടനെ നിധി വന്ന് ചോദിക്കുക സുഭാഷ് ഏട്ടാ എന്താ നിങ്ങളിവിടെ എന്ന് ചോദിക്കും. ഉടനെ പറയുന്നുണ്ട് ഇതേ നിങ്ങളുടെ കാശ് കട്ടെടുത്തത് കാര്യങ്ങളെല്ലാം ആരാന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ആളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹരീഷിനെ വിളിക്കുകയാണ് സുധീഷ് വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് പുറത്തുനിന്ന് ഹരീഷ് അവനെ മറ്റേ ഇടിച്ചവനില്ല അവനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് സംഭവം. അപ്പം നാളത്തെ സീനുകൾ നമുക്കത് കാണാം. അകത്തോട്ട് കൊണ്ടുവരുന്ന സീൻ കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ സീൻ അവസാനിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം. അതിന് വരാനെടുക്കുന്ന എപ്പിസോഡുകളെല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അതായത് രാജീവിൻ്റെ അരുണിൻ്റെ എല്ലാം ചീട്ട് കയറുന്ന സീനുകളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് സൈനിങ് ഓഫ്. താങ്ക് യു.